എൻ്റെ അളിയ, ഞാൻ ഇന്ന് രേഖാചിത്രം കാണാൻ പോയത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ആസിഫ് അലിയുടെ ഒരു പടമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. ഞാൻ ഈ പടം കാണുമ്പം ഞാൻ ആസിഫ് അലി ഫാൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ സോൾട്ട് പേപ്പർ ഇറങ്ങിയണം തൊട്ട് ഞാൻ പുള്ളിയുടെ ഫാനാണ്. ഓക്കെ, എനിക്ക് നേരിട്ട് ആസിഫിക്ക എന്ന് വിളിക്കാൻ ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ പടം കാണാൻ പോയത് ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറഞ്ഞില്ല. പക്ഷെ എന്നെ നല്ല രീതിയിൽ തേച്ചങ്ങ് ഒട്ടിച്ചളയാം. പടം കാണാൻ പോകുമ്പോൾ നമ്മുടെ നായകൻ, നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ നായകൻ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പേപ്പർ വഴി ഞാൻ ഏത് സിനിമയാണെങ്കിലും തിയേറ്ററിൽ നായകനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും. പക്ഷെ ഈ സമയത്ത് ഞാൻ ആസിഫ് അലിയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി തിയേറ്ററിൽ നിന്നിട്ട് ആസിഫ് അലിയെ കാണിച്ചിട്ട് പോലും എനിക്ക് പ്രത്യേകിച്ച് ഒരു വികാരം തോന്നുന്നില്ല. കാര്യം ഞാൻ അതിനകത്ത് കണ്ടത് വിവേക് എന്ന് പറയുന്നത് റമ്മിയൊക്കെ കളിച്ച് ജോലിയും പോയി സസ്പെൻഷനായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരൻ. അയാൾക്കാണെങ്കിൽ കൃഷിപ്പണിയും മറ്റേത് മാത്രമേ ഉള്ളൂ. വയറും ചാടി അവിടെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം അടിച്ച് നടക്കുന്ന ഒരാൾ. പുള്ളിക്കാരൻ സിനിമ അങ്ങോട്ട് തുടങ്ങി അതിന്റെ കേസ് അന്വേഷണത്തിലോട്ട് പുള്ളി വരുമ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ പുള്ളിയുടെ ഘട്ടം ഘട്ടമായിട്ട് പുള്ളിയുടെ സ്വഭാവം മാറുവാണ്. പുള്ളി താനി പോലീസുകാരനായിട്ട് മാറുക. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്മാരുടെ കണ്ണഭിനയിക്കും, കൈ അഭിനയിക്കും, വിരളഭിനയിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ തന്നെ ക്യാരക്ടർ ആവുമ്പോൾ നമ്മൾ പല ആളുകളുടെ മാനറിസങ്ങൾ, ഇപ്പൊ നടക്കുന്നതാണെങ്കിലും നിൽക്കുന്നതാണെങ്കിലും ആക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒക്കെ അവരത് മാറിയിട്ട് ക്യാരക്ടറിന്റെ പേര് മാറുന്നു, അവർ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ട് മുഖത്ത് ഭാവങ്ങൾ വരുത്തുന്നു, അഭിനയിക്കുന്നു. പക്ഷെ ഈ ബോഡിയിലും കൂടെ എന്ത് മാറ്റം കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ ഓരോ കാര്യം എന്ന് വെച്ചാൽ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ സസ്പെൻഷനായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു പോലീസുകാരൻ ജോലിയിൽ വന്നിട്ട് അയാൾ കേസ് അന്വേഷണത്തിന് ഓരോ ഘട്ടത്തിലൊക്കെ മാറുമ്പോൾ അയാളുടെ നിപ്പും നടപ്പും ഭാവങ്ങളും എല്ലാം മാറുവാണ്. നമുക്ക് ഈ 2 മണിക്കൂറുണ്ടല്ലോ, ഇങ്ങേരുടെ ഈ അഭിനയം കാണാൻ വേണ്ടി മാത്രം നമുക്ക് പോയി കണ്ടാലും നമുക്ക് ഈ പടം മുതല. പിന്നെ കഥയുടെ ഭാഗം അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. മോനെ വേറെ ലെവലിൽ പടം കേട്ടോ. ആസിഫിക്ക എന്ന് പറയുന്നത് നമ്മൾ സോൾട്ട് പേപ്പറിൽ കണ്ടതും മറ്റേ ആസിഫിക്കയൊന്നും അല്ല. പിന്നെ നമ്മൾ കെട്ടിയോളാണ്ട് മാലയെ കണ്ടപ്പം അങ്ങേരുടെ ശരീരം വേറൊരു ഘടകം. അതെല്ലാം കഴിഞ്ഞ് 2024 എന്ന് പറയുന്ന സംഭവം അവസാനിപ്പിച്ചത് ആസിഫ് അലിയാണ്. 2025 തുടങ്ങുന്നത് ആസിഫ് അലി തന്നെ. ഓക്കെ.